നമ്മൾ ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്തും കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നും നമുക്ക് വരുന്നൊരു സംശയമാണ് ഏത് മാസത്തെ കറണ്ട് അഫയേഴ്സ് വരെ നോക്കണം എന്നുള്ളത്. ഇനി നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷകളായ ലാബ് അസിസ്റ്റന്റ് മെയിൻസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് SI സ്റ്റേജ് 2 പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സംശയം ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSC നടത്തിയ മെയ് 27 നടത്തിയ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏത് മാസം വരെയാണ് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ചോദ്യം നോക്കുക. പാമ്പൻ പാലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പാമ്പൻ പാലം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 ഏപ്രിൽ 6 ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പം ഏപ്രിൽ 6 നടന്ന ഒരു ന്യൂസാണ് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നമുക്ക് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഏത് പരീക്ഷയിലാണ്? മെയ് 27 നടന്ന ഒരു പരീക്ഷയ്ക്ക് ഏപ്രിൽ 6 നിന്നുള്ള ചോദ്യം നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പരീക്ഷാ തീയതിക്ക് മുൻപേയുള്ള 1.5 മാസം മുൻപേയുള്ള കറണ്ട് അഫയേഴ്സ് വരെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്രഷൻ, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസും അത് ഏത് മാസത്തിൽ നിന്നുള്ളതാണെന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? അതായത് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം 2025 ലഭിച്ചത് ഒരു ഇന്ത്യക്കാരിക്കാണ്. അപ്പം അതാരാണെന്നാണ് ചോദിച്ചിരുന്നത്. അതായത് 2025 ഹോൾബർഗ് പുരസ്കാരം പ്രഖ്യാപിച്ചത് എന്നാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് മാർച്ച് മാസത്തെ ന്യൂസാണ്. ഓക്കെ, മാർച്ച് മാസം 2025 മാർച്ച് മാസത്തെ ന്യൂസാണ്. ഓക്കെ, അപ്പം മെയ്യിൽ നടന്ന ഒരു എക്സാമിന് നമുക്കിപ്പോൾ ഏപ്രിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, മാർച്ചിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആരാണ്? അപ്പം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് പ്രഖ്യാപിച്ചത് എന്നാണ്? വിന്നേഴ്സ് ലിസ്റ്റ് പ്രഖ്യാപിച്ചത് 2 ജാനുവരിയിലാണ്. 2025 ജാനുവരി 2 പ്രഖ്യാപിച്ചത്. അത് കൊടുത്തത് എന്നാണ്? പ്രസിഡന്റ് കൊടുത്തത് എന്നാണ്? ജാനുവരി 17. അപ്പം ജാനുവരിയിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചന്ദ്രയാൻ മിഷൻ ഏതായിരുന്നു? 2023 പക്ഷേ ഇത് പ്രധാനപ്പെട്ട സംഭവമായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ടും ഈ ഒരു ചോദ്യം വന്നു എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെ തമ്മിലാണ് ഈ സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? അപ്പോൾ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന മിഷനെ പറ്റിയുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ സ്പേസ് ഡോക്കിംഗ് മിഷൻ ലോഞ്ച് ചെയ്തത് എന്നാണ്? ഡിസംബർ 30, 2024. അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റ്സ് സക്സസ്ഫുള്ളി ഡോക്ക് ചെയ്യപ്പെട്ടത് എന്നാണ്? ജാനുവരി 16. അപ്പോൾ ജാനുവരിയിൽ നിന്ന് വീണ്ടും നമുക്കൊരു ചോദ്യം വന്നു. 2 ചോദ്യം ഇപ്പോൾ ജാനുവരിയിൽ നിന്ന് വന്നു. അതായത് മെയ് മാസം നടന്ന ഒരു പരീക്ഷയ്ക്ക് ജാനുവരിയിൽ നിന്നുള്ള 2 ചോദ്യം നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് മാർച്ച് മാസത്തെ ഒരു ന്യൂസിൽ നിന്നാണ് കേട്ടോ. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ന്യൂസ് ക്ലിപ്പിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാർച്ച് മാസം നടന്നൊരു ന്യൂസാണ്. അതായത് നമ്മുടെ അവിടെ കുടുങ്ങിപ്പോയ ആസ്ട്രോനോട്ട്സിനെ രക്ഷപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ന്യൂസ് ആ സമയത്തുണ്ടായിരുന്നല്ലോ. അപ്പം മാർച്ച് മാസത്തിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. ഓക്കെ, അപ്പം നമുക്ക് മാർച്ചിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? അതായത് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക എന്നുള്ള ചോദ്യമാണ്. അപ്പം ഈ സാമ്പത്തിക ആരോഗ്യ സൂചിക നീതി ആയോഗ് എന്നാണ് പബ്ലിഷ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. 2025 ഈ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തത് ജാനുവരിയിലാണ് കേട്ടോ. ജാനുവരിയിലാണ്. ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ്, അതായത് സാമ്പത്തിക ആരോഗ്യ സൂചിക നീതി ആയോഗിൻ്റെ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023 അത് പ്രസിദ്ധീകരിച്ച എന്നാണ്? ജാനുവരി 2025. ഓക്കെ, അപ്പോൾ ജാനുവരി എന്നുള്ള 2 ചോദ്യങ്ങൾ നമുക്കിപ്പോൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ് കേട്ടോ. എക്സ്പ്ലനേഷനും ഉത്തരങ്ങളൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഏത് മാസത്തിൽ നിന്ന് ചോദ്യം വന്നു എന്ന് മാത്രമാണ് നമ്മളൊന്ന് നോക്കുന്നത്.
ഇനി 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? അതായത് ബജറ്റ് എന്നുള്ളൊരു ചോദ്യമാണത് അല്ലേ. ബജറ്റ് എന്നാണ് പ്രസന്റ് ചെയ്യുന്നത്? ഫെബ്രുവരി 1-ാം തീയതിയാണ്. അപ്പം ഫെബ്രുവരിയിലെ ഒരു ചോദ്യം നമുക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷ, 8 ചോദ്യങ്ങളാണ് ഞാൻ എടുത്തത്. ഇത് കൂടുതലും വന്നിരിക്കുന്നത് ഏത് മാസങ്ങളിൽ നിന്നാണ്? മെയ് മാസം, 2025 മെയ് മാസം നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് കൂടുതലും ജാനുവരിയിൽ നിന്ന് 2 ചോദ്യം, ഫെബ്രുവരിയിൽ നിന്ന് 1 ചോദ്യം, മാർച്ചിൽ നിന്നുണ്ടായിരുന്നു, ഏപ്രിലിൽ നിന്നും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെയ് മാസം നടന്ന ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് നമ്മുടെ പരീക്ഷയുടെ തൊട്ട് മുൻപേ ഉള്ള ഒരു 5 മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഡേറ്റിൻ്റെ മുൻപുള്ള 1.5 മാസം മുൻപേ ഉള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വരെ പഠിച്ചിരുന്നാൽ നമ്മൾ സേഫായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.